ഗായ്സ്, നമുക്കിന്നൊരു വീട് റെന്റിനെടുത്താലോ? നമുക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കല്ല, നമ്മുടെ ജിൻസിനൊക്കെയാണ്. അവര് പൂതിരി എന്നുള്ള വീട് മാറിയിട്ട് നേരെ നമ്മളോടടുത്ത് മണർകാട്ടോട്ട് താമസിക്കാൻ വരുവാണ് ഗൈസ്. അങ്ങ് അയർക്കുന്നത്തുനിന്ന് തുടങ്ങിയ ജേർണിയാണ് ഇപ്പൊ ഇവിടെ മൺറാട് വന്നാണ് അവസാനിച്ച് നിൽക്കുന്നത്. അപ്പൊ ഒരു പുതിയതായിട്ട് എടുത്ത ഒരു റെന്റൽ ഹൗസ് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വിളിച്ചത്. കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നല്ലൊരു വീടായിരുന്നു ഗൈസ്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു വീട് തന്നെയാണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിൽ പെടുന്നതാണ് ഈ വീടെന്ന് പറയുന്നത്. ചിലർക്ക് ജീവിക്കുന്നത് തന്നെ ഈ ഒരു വീടൊക്കെ പണിയണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയായിരിക്കും. പക്ഷെ പലർക്കും അത് സാധിക്കാറില്ല. നമ്മുടെ ജിൻസിനൊക്കെ എത്രയും പെട്ടെന്ന് ഒരു വീട് കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. സോ ഈ വീടൊരു ഇച്ചിരി പഴയ വീടാണെങ്കിലും ഓക്കെയാണ്, നല്ലതാണ്, അത്യാവശ്യം കൊള്ളാം. ഒരു ഹാള്, ഒരു ഡൈനിങ് റൂം, 4 ബെഡ്റൂം, ഒരു കിച്ചൺ, പിന്നെ ടോയ്ലറ്റ് ഒക്കെ ഉള്ളൊരു അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണിത്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മൺറാട് കവലയ്ക്ക് തൊട്ടടുത്താണ് ഗൈസ് അവർക്ക് ഈ പ്രാവശ്യം വീട് കിട്ടിയത്. അങ്ങനെ വീടെല്ലാം ഫുള്ള് ഓടി നടന്ന് കണ്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ്. അതിന് മുന്നേ നമ്മുടെ ജോസൂട്ടന്റെ സ്ഥിരം സാധനമായ ഡയപ്പർ തീർന്നു പോയി ഗൈസ്. പിന്നെ അത് പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു. പിന്നെ നമ്മുടെ ജോസൂട്ടന് 2 ഐസ്ക്രീമും കൂടെ മേടിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ ജോമചേട്ടന് ജോലിക്ക് കയറണ്ടായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു. ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. പിന്നെ ബാക്കി വന്ന ഐസ്ക്രീം ഞങ്ങൾ ഫേസ് പാക്ക് ആയിട്ട് ഇട്ടു ഗൈസ്. അപ്പം അത്രയുള്ളൊക്കെ ബായ്.